ഇന്ന് രാജ്യത്തെ വിവിധ തൊഴിലാളി സംഘടനകൾ ചേർന്ന് പണിമുടക്ക് നടത്തുകയാണ്. അപ്പോൾ അതിന് പ്രധാനം ബാധിച്ച ഒരു സ്ഥലമാണ് കേരളം. ഇപ്പോൾ ഈ പണിമുടക്ക് എന്നുള്ളത് നമ്മൾ പലപ്പോഴും അതിനെ വിമർശിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ജനങ്ങളെ മനഃപൂർവ്വം ബന്ദികളാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പണിമുടക്ക് എന്നുള്ള രീതികളൊക്കെ മാറേണ്ട സമയമായില്ലേ? ഷിബിലി പറഞ്ഞതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഇന്ന് പണിമുടക്ക് നടത്തുന്നത് BMS ഒഴികെയുള്ള, അതായത് BJPയുടെ തൊഴിലാളി സംഘടന ഒഴികെയുള്ള 10ഓളം വരുന്ന സംഘടനകൾ യോജിച്ച് നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പണിമുടക്കുകളിലൊന്നാണ്. ആ പണിമുടക്കിൻ്റെ ന്യായീകരണമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതും അതുപോലെ തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെയാണ്. അതിനകത്ത് പലതിലും ന്യായമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എങ്കിൽ പോലും ഷിബിലി അറിയേണ്ടത് ഇതൊരു സമരമുറയായി എത്ര കാലം ഇനി കൊണ്ടു നടക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഷിബിലിക്കറിയാം. ആദ്യം ബന്ദായിരുന്നു. ബന്ദ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും തന്നെ വീടടച്ച് അകത്തിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ജനത്തിന് വലിയ രോഷമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ബന്ധമൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ആളുകൾ മിക്കവാറും ചില പാനീയങ്ങളൊക്കെ മേടിച്ച് നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്യുകയും അതെല്ലാം ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. പക്ഷേ എങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ, വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടിരുന്നു. അപ്പം ഞാൻ മിക്ക ഹർത്താലുകൾക്കും ബന്ധുക്കൾക്കൊക്കെ ഇറങ്ങി നടക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് ബന്ദ് കോടതികൾ നിരോധിച്ചു. തൊട്ടടുത്തത് അടുത്തൊരു പേരിൽ ഹർത്താൽ എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ആ ഹർത്താൽ എന്ന് പറഞ്ഞു വന്നപ്പോഴും ഈ ബന്ദ് തന്നെയാണ് നടന്നത്, അല്ലാതെ അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇപ്പം അത് പണിമുടക്ക് എന്നുള്ള പേരിലായി. ഹർത്താലിനെതിരെയൊക്കെ ചില കോടതികൾ ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഇപ്പം അത് ഈ പറയുന്ന പണിമുടക്ക് എന്നുള്ള പേരിലായി. ഈ പണിമുടക്കുകൾക്കെല്ലാം ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സമരമാർഗമാണ്. അതിവർ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് പലപ്പോഴും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒരു പണിമുടക്ക് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹർത്താൽ ഉണ്ടാകുമ്പോൾ, ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജനജീവിതം എന്തായാലും തടസ്സപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ എന്താണ് കൊണ്ടാണ് ഇവർ സമരം ചെയ്യുന്നതെന്നൊക്കെ നോക്കും. പക്ഷെ ആ കാലഘട്ടം അവസാനിച്ചു. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് പോലും ഇത് എന്തിനു വേണ്ടിയാണ് ഇന്നത്തെ പണിമുടക്കെന്ന് ചോദിച്ചാൽ അവരിൽ എത്ര പേര്, 10-ൽ 9 പേർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല. 10-ൽ 2 പേരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണ്ടേ? അപ്പം അത്തരത്തിലുള്ള ഒരു ആശയ പ്രചരണം ഇതുവഴി നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്ന്. രണ്ടാമത്തേത്, ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മൂലം ജനങ്ങൾക്ക് ഇത് നടത്തുന്നവരോടാണ് അവജ്ഞ ഉണ്ടാവുന്നത്. അല്ലാതെ അവരുന്നയിക്കുന്ന ആശയങ്ങളോ അതിനെ എതിർക്കുന്ന സർക്കാരിനോടുള്ള എതിർപ്പോ ഒന്നും ജനങ്ങൾക്ക് ബാധകമാവുന്നില്ലെന്ന് മാത്രമല്ല, അവർ വളരെ കൂളായി ഇത് നടത്തുന്നവരോടാണ് ഇതിന് പുറത്ത് ഒരു എതിരഭിപ്രായം രൂപപ്പെടാൻ സാധ്യതയുള്ളത്. ഇന്നൊക്കെ തന്നെ നമ്മൾ കാണേണ്ടത് KSRTC ഡിപ്പോകളിലടക്കം ബാംഗ്ലൂർക്ക് പോകേണ്ട സ്വിഫ്റ്റ് ബസ്സുകളടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ ആളുകൾ ചെന്ന് രാവിലെ മുതൽ നിൽക്കുകയാണ്. കാരണം അതിൽ പലരും ടിക്കറ്റ്, ഇപ്പോൾ ബാംഗ്ലൂർക്കൊക്കെ ഉള്ള ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഗണേഷ് കുമാർ പറയുന്നു KSRTC ഇതിൽ പങ്കെടുക്കില്ല, KSRTC ഓടുമെന്ന് പറയുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം KSRTC ബസ്സുകളൊന്നും തന്നെ ഓടിയിട്ടില്ല. അഥവാ നാമമാത്രമായിട്ടുള്ള ചില ബസ്സുകൾ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇനി ഓടണമെങ്കിൽ തന്നെ അത് ജനങ്ങളുടെ പുറത്ത് ഇരട്ടി ചിലവാണ്. കാരണം കോൺവോയ് അടിസ്ഥാനത്തിൽ ഫ്രണ്ടിൽ പോലീസ് ജീപ്പും ബാക്കിൽ പോലീസ് ജീപ്പും ഒക്കെ ആയിട്ടൊരു ബസ് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സമരമുറകൾ, ബസ്സിന് കല്ലെറിയുക, ബസ് തകർക്കുക, ബസ് കത്തിക്കുക, ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ പണ്ട് ഷിബിലിക്കൊക്കെ ഓർമ്മ ഉണ്ടാവില്ല. അതായത് ഒരു ചെറിയ കട, ആ കട എപ്പോഴും തുറക്കുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ പൂട്ടിനകത്ത് ഈയമുരുക്കി ഒഴിച്ചിട്ടുണ്ട്. എന്നാലോചിച്ച് നോക്കണം. അതുപോലെ എല്ലാ ഹർത്താലുകൾക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് ചാണകവെള്ളം, അതായത് ഒരു ഹൈവേയിലേക്ക് കയറുന്ന സ്ത്രീയുടെ മുകളിലേക്ക് നിന്ന് ചാണകവെള്ളം തളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നേരത്തെയൊക്കെ ഈ ബന്ദിൻ്റെ സമയത്തൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ മറ്റേ കല്ലും അതുപോലെ തന്നെ മരക്കുറ്റികളും ഒക്കെ എടുത്തിട്ട് റോഡുകൾ ബ്ലോക്ക് ചെയ്യായിരുന്നു. എന്താണെങ്കിലും ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഭയന്നിട്ട് മിക്ക ആളുകളും തന്നെ ഇറങ്ങില്ല. അപ്പം അങ്ങനെ ഭയപ്പെടുത്തി ഒരു ജനങ്ങളെ ബന്ദികളാക്കുന്ന ഒരു പരിപാടിയായി ഈ സമര രൂപങ്ങൾ മാറി എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് MO ഹസനൊക്കെ ബന്ദിനെതിരെ വലിയ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് കോൺഗ്രസ് ഒക്കെ തന്നെ ബന്ദുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഒരാഴ്ചയിൽ തന്നെ 4 ബന്ധൊക്കെ വരെ പ്രഖ്യാപിക്കുന്ന അവസ്ഥകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പം എന്താണെങ്കിലും ഇതുകൊണ്ട് ജനത്തിനൊരു ദേഷ്യം ഉണ്ടാകാനേ സാധ്യതയുള്ളൂ എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ബന്ദ് പ്രഖ്യാപിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊന്നും ബന്ദ് നടക്കുന്നില്ല. ഇപ്പം ഉദാഹരണത്തിന് കിഴക്കമ്പലത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് അവിടെ ബന്ധമൊന്നും ബാധിക്കുന്നില്ല. കാരണം അവിടെ എല്ലാവരും കൂടി തീരുമാനിച്ചു ഞങ്ങളെല്ലാം തുറക്കുമെന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ജനത ഇപ്പോഴും ഭയന്ന് ഇവരൊക്കെ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അതിന് പകരം ജനങ്ങൾ ഒന്നടങ്കം അങ്ങോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചാലുണ്ടല്ലോ ഈ ബന്ധുക്കളും പണിമുടക്കും ഒക്കെ നിൽക്കും. മറ്റ് സമരരൂപങ്ങൾ തേടണമെന്നേ.
ഇപ്പൊ നമുക്കറിയാലോ, ഡൽഹിയിൽ കഴിഞ്ഞ വിജയിച്ച 2 സമരങ്ങൾ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയില്ലോ. ഒന്ന് മറ്റേ ഈ കർഷകരുടെ സമരം വിജയിച്ചിരുന്നു. കർഷക ബില്ല് ഗവൺമെന്റിന് പിൻവലിക്കേണ്ടി വന്നിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള സമരങ്ങൾ വളരെ കൃത്യമായി നടത്തിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റുകൾക്ക് പോലും പിന്തിരിയേണ്ടി വരും. അല്ലാതെ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് പോളിസികൾക്കെതിരെയുള്ള ഒരു പ്രചരണമായി പോലും ഈ സമര രൂപങ്ങളെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തി ജനങ്ങളെ ബന്ദികളാക്കി ഒരു ദിവസം വെച്ചിരിക്കുന്നു എന്നുള്ളതിനും അപ്പുറം ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഈ നാടിനില്ല, ഒരാൾക്കുമില്ല. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന, അതൊന്നും അറിയാതെ വരുന്ന പല ആളുകളും തന്നെ വലിയ തോതിൽ പ്രശ്നത്തിലാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അറിയാം അത് പ്രശ്നമാണെന്ന്. അതുകൊണ്ട് ഒരു 2 മാസം മുമ്പോ 3 മാസം മുമ്പോ ഒക്കെ അവർ പ്രഖ്യാപിക്കും. എന്നിട്ട് മുൻകൂട്ടി കാര്യങ്ങൾ തയ്യാറെടുത്തോളാൻ ജനങ്ങളോട് പറയും. നേരത്തെ ഉള്ള പോലെ മിന്നൽ പണിമുടക്കുകളും മിന്നൽ ഹർത്താലും മിന്നൽ ബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. പുതിയ ജനതയൊക്കെ ഇപ്പോൾ വലിയ നഗരങ്ങളിലൊന്നും ഇതൊന്നും ബാധിക്കുന്നില്ല. ഇപ്പോൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹി ഇത്തരം നഗരങ്ങളിലൊന്നും ജനങ്ങൾക്ക് അറിയാൻ പോലും പാടില്ല അവിടെ എന്താണെന്ന്, ബന്ദ് ആണെന്നുള്ളത്. ഇപ്പോൾ ബാംഗ്ലൂർ ഇപ്പോൾ ഒക്കെ കോൺഗ്രസ് INTC ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ മിക്ക വലിയ നഗരങ്ങളിലും ഇതൊന്നും ബാധിക്കില്ല. പക്ഷെ കേരളം ഏത് രാഷ്ട്രീയ പാർട്ടികൾ ബന്ദ് പ്രഖ്യാപിച്ചാലും അപ്പം തന്നെ നിശ്ചലമാകും. അതിപ്പോൾ നേരത്തെ ഒരു തവണ ഹർത്താൽ, വാട്സപ്പ് ഹർത്താൽ വഴിയൊക്കെ തന്നെ ചില എക്സ്ട്രീമിസ്റ്റ്, ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളൊക്കെ തന്നെ ബന്ദ് പ്രഖ്യാപിച്ചിട്ട് പോലും ഇവിടെ നിശ്ചലമായിരുന്നു. കാരണം വിരലിലുണ്ടാവുന്ന ആളുകൾ അതിനകത്തുള്ളൂ. പക്ഷെ എങ്കിൽ പോലും നിശ്ചലമായിരുന്നു. കാരണം കേരളം ഇതിനോടൊക്കെ പെട്ടെന്ന് സംരക്ഷപ്പെടുകയും നമ്മൾ കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരു ജനതയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സംശയവും അങ്ങനെയൊക്കെയുണ്ട്. സാറ് പറഞ്ഞല്ലോ വലിയ വലിയ നഗരങ്ങളിലൊന്നും ഈ ഹർത്താല് ബന്ധമൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളത്. അതങ്ങനെ നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിനങ്ങനെ നടക്കാതെ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഷിബിലി, ഇപ്പോൾ ഈ യുവാക്കളായിട്ടുള്ള ആളുകൾ അവർ ഒരുപാട് ജോലി ചെയ്യുന്ന നഗരങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പാർക്കുന്ന ആളുകൾ കൂടുതലുള്ള നഗരങ്ങൾ, അത്തരത്തിലുള്ള നഗരങ്ങളിലൊന്നും ഇത് പ്രായോഗികമായി നടപ്പാവില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഞാൻ പല ഹർത്താൽ ബന്ദ് ദിവസങ്ങളിലൊക്കെ തന്നെ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നിട്ടുണ്ട്. ആ ബാംഗ്ലൂർ ഇപ്പോൾ ഇന്നിപ്പോൾ ബന്ദ് കുറച്ചും കൂടിയൊക്കെ ബാംഗ്ലൂരിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ബാംഗ്ലൂരിൽ അത്തരത്തിലുള്ള ഒരു കാര്യവും ബാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നടങ്കം അവിടുത്തെ യുവാക്കളെല്ലാവരും തന്നെ ജോലിക്ക് പോകും. അപ്പം നാളെ ഈ 10 പേര് അല്ലെങ്കിൽ 50 പേര് ഈ ഹർത്താൽ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അപ്പുറത്തൊരു 5000 പേർ ഞങ്ങൾ ഇതിനെ മൈൻഡ് ചെയ്യാതെ ജനങ്ങൾ മൊത്തം ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു രീതികൾ അവിടെ ഉണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഈ യുവജനങ്ങളുടെ ഇടക്കോ അല്ലെങ്കിൽ ഈ അഭ്യസ്തവിദ്യരായിട്ടുള്ള IT മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുടെ ഇടക്കോ ഒന്നും തന്നെ ഒരു സംഘടിത ശക്തിയാവാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയോ? പഴയ പോലെ ഒരു തൊഴിലാളി ചൂഷണം ഉണ്ടാകുന്നു, അതിൽ അവൻ പരാതി പറയുന്നു, അങ്ങനൊരു സ്ഥാപനത്തിൽ തന്നെ വീണ്ടും അവന് അടിമയെ പോലെ ജോലി ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയൊന്നും ഇന്നില്ല. ബാംഗ്ലൂരൊക്കെ ഇപ്പോൾ നമുക്കറിയാം, ഒരാൾക്ക് നമ്മൾ ഓഫർ ലെറ്റർ കൊടുത്താൽ അവൻ ആ ഓഫർ ലെറ്ററുമായി ആദ്യം ചെല്ലുന്നത് സ്വന്തം കമ്പനിയിലേക്കാണ്. എന്നിട്ട് അവൻ ചോദിക്കും, നിങ്ങളെനിക്ക് 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 25 ലക്ഷം രൂപയാണ് നിങ്ങളെനിക്ക് ഓഫർ ചെയ്യുന്നത് പെർ ആനം. ഞാൻ പെർ ആനം നിങ്ങൾ എത്ര കൂട്ടിത്തരാം, അല്ലെങ്കിൽ ഞാൻ അടുത്ത കമ്പനിയിലേക്ക് പോകുമെന്ന് പറയും. അപ്പോൾ അവർ പറയും ഞങ്ങളൊരു 28 ലക്ഷം രൂപ തരാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവൻ ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, തൊട്ടടുത്ത കമ്പനിയിലേക്ക് മാറിപ്പോകും. അപ്പം അത്തരത്തിൽ ഈ പഴയ ഒരു അവസ്ഥ ഇല്ലാതായിരിക്കുന്നു. ഇപ്പം നമുക്ക് സിലിക്കൺ വാലിയിലൊക്കെ പോലെ തന്നെ മറ്റ് നിരവധി തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ജീവിക്കാൻ മറ്റു പല മാർഗങ്ങളുമുണ്ട് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം ലെവലുകളിലേക്ക് ആളുകൾ തിരിയുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, ഇപ്പം ഡൽഹി പോലെയുള്ള നഗരങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ അവിടെയുള്ള ഇപ്പോൾ ബോംബെ പോലെയുള്ള നഗരങ്ങളിൽ ഒന്നും ഈ നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ക്ലച്ചസ് വിട്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഷിബിലിക്കൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം, കേരളത്തിൽ തന്നെ പനമ്പള്ളി നഗർ എന്ന് പറയുന്ന ഒരു ഏരിയയുണ്ട് എറണാകുളത്ത്. ഈ പനമ്പള്ളി നഗറിലേക്ക് പിരിവുകളോ തൊട്ടടുത്ത ആളുകൾ അവരെ അറിയലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അത്തരത്തിൽ കൂടുതൽ അർബനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള നഗരങ്ങൾ, അതായത് നമ്മുടെ വില്ലേജുകൾ അല്ലെങ്കിൽ കൂടുതൽ അർബനൈസ് ചെയ്യപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ ഇത് മാറിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അങ്ങനെ ആകാത്തൊരു സ്ഥലം കേരളമാണ്. കേരളത്തിൽ ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ആ നഗരങ്ങളിലേക്കായി വളർന്നിട്ടുള്ള ഗ്രാമങ്ങളിൽ പോലും ഈ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഇടപെടലുകൾ, പിടുത്തം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി കൂടുതലാണ്. മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇത്തരത്തിൽ പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമില്ല എന്നുള്ളതൊക്കെ ഒരു വസ്തുതയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അവഗണിച്ച് അവരവരുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ പുറകെ പോകാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയില്ലേ, ഇപ്പോൾ ഒരു നഗരങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പം ഇനി ഷിബിലി മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിച്ചു ചോദിക്കുമോ, ഇവർക്ക് ആവശ്യമുള്ള കടകളൊന്നും പൂട്ടിക്കില്ല.
ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഷിബിലിയോട് ചോദിക്കട്ടെ, ഏതെങ്കിലും ബാർ ഒരു പൂട്ടിക്കുന്നുണ്ടോ? ഇല്ല. എന്താ പൂട്ടിക്കാത്തത്? നമ്മളൊന്ന് ആലോചിക്കണ്ടേ. ബാറ് പണിമുടക്കിൻ്റെ അന്ന് ബാറ് തുറന്നു വെക്കുന്നു, എന്താണ് ഒരു ബാറ് പൂട്ടിക്കാത്തത്? അപ്പൊ ഇതൊന്നും പ്രാക്ടിക്കലി നടപ്പാക്കാൻ കഴിയുന്നതിനും ഇപ്പൊ പിന്നെ ഒരു കാര്യം, ഇപ്പൊ ഇൻഫോസിസിന്റെ ക്യാമ്പസ് ബാംഗ്ലൂർ തുറന്നിരിക്കുന്നു, അല്ലെങ്കിൽ വിപ്രോയുടെ ക്യാമ്പസ് തുറന്നിരിക്കുന്നു, അല്ലെങ്കിൽ TCSന്റെ ക്യാമ്പസ് തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കാൻ കഴിയാവുന്ന ആളുകളിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആക്സസ് പോലും ഇല്ല. നാളെ ടാറ്റയെ വിളിച്ചിട്ടോ, അല്ലെങ്കിൽ ഈ വിപ്രോയിലെ അസീം പ്രേംജിയെ വിളിച്ചിട്ടോ, അല്ലെങ്കിൽ നേരെ ഈ പറയുന്ന പോലെ മറ്റാരെങ്കിലും വിളിച്ചിട്ടോ ഒന്നും അവർക്കൊരിക്കലും ഈ നിങ്ങളുടെ ഔട്ട്ലെറ്റ് അടക്കണമെന്ന് പറയാൻ പറ്റില്ല, കഴിയില്ല. അപ്പൊ നമ്മുടെ ഇവിടെ കുറച്ച് അത്തരത്തിലുള്ള വലിയ ബിസിനസ്സുകളില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ തന്നെയുള്ള നേതാക്കന്മാരും ഇവിടെ തന്നെയുള്ള മുതലാളിമാരും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി അവരെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ കിടക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ഇതിന്റെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള റിസർച്ചിലേക്കൊക്കെ നമ്മൾ പോയാൽ മറ്റു നിരവധി കാര്യങ്ങൾ കൂടി കണ്ടെത്താം. അപ്പം അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കേരളം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ അടിമകളെ പോലെ തലകുനിച്ചു കൊടുക്കുകയും ഇതിനൊന്നും പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്.